ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധവാരത്തിന് പ്രത്യേക ചടങ്ങുകളും അനുഷ്ഠാനങ്ങളുമുണ്ട്. വിശുദ്ധവാരാചരണത്തിൻ്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ വ്യാഴം ആചരിക്കുന്നു. ഈസ്റ്റർ ഞായറിന് തൊട്ടു മുമ്പുള്ള വ്യാഴമാണ് പെസഹ വ്യാഴം. ഓരോ ക്രൈസ്തവ വിശ്വാസികളും യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ ഓർമ്മ പുതുക്കുന്ന ദിവസം. കടന്നുപോകൽ എന്നാണ് പെസഹ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. യേശുദേവൻ സ്വയം അപ്പവും വീഞ്ഞുമായി മാറി അപ്പസ്തോലർക്ക് വിഭജിച്ച് നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും 12 ശിഷ്യരുടെയും കാലുകൾ കഴുകിയതും ഈ ദിവസം അനുസ്മരിക്കപ്പെടുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായി പെസഹ വ്യാഴ ദിവസം ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും ക്രൈസ്തവ വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങുകളും ഉണ്ടാകും. പെസഹ വ്യാഴത്തിലെ സന്ധ്യാസമയത്തെ പ്രത്യേക പ്രാർത്ഥനകളോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു. ദുഃഖവെള്ളി, വലിയ ശനി, ഈസ്റ്റർ ഞായർ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളും കുരിശിലേറ്റയുള്ള മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കപ്പെടുന്നു. കാൽകഴുകൽ ശുശ്രൂഷ. അന്ത്യ അത്താഴത്തിന് മുൻപായി യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിനെ അനുസ്മരിച്ച് ഓരോ ദേവാലയത്തിന് കീഴിലുള്ള ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ പുരോഹിതൻ കഴുകി ചുംബിക്കുന്ന ചടങ്ങ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തൻ്റെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിലൂടെ ലോകത്തിന് മുഴുവൻ എളിമയുടെ സന്ദേശമാണ് യേശുക്രിസ്തു നൽകിയത്. ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴാഴ്ച ദേവാലയങ്ങളിൽ നടത്തുന്ന കാൽകഴുകൽ ശുശ്രൂഷയും പ്രാർത്ഥനകളും. ക്രിസ്തുവിൻ്റെ എളിമയും വിനയവും മാതൃകയാക്കി ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും പെസഹ വ്യാഴാഴ്ച കാൽകഴുകൽ ശുശ്രൂഷ നടക്കുന്നു. പെസഹ വിരുന്നും അപ്പവും. പെസഹ ആചരണത്തിൻ്റെ ഭാഗമായി ദേവാലയങ്ങളിലും വീടുകളിലും പെസഹ വിരുന്നൊരുക്കും. പെസഹ വ്യാഴാഴ്ച ഒരുക്കുന്ന പെസഹ വിരുന്ന് യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തെ കുറിക്കുന്നതാണ്. ഈ ദിവസം ക്രൈസ്തവ വീടുകളിൽ പെസഹ അപ്പവും പെസഹ പാലും ഉണ്ടാക്കുന്ന പതിവുണ്ട്. ഓശാന ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ നിന്ന് പുരോഹിതൻ നൽകുന്ന കുരുത്തോല കീറി മുറിച്ച് പെസഹ അപ്പത്തിൽ കുരിശടയാളത്തിൽ വയ്ക്കുന്നു. അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്കായി കുടുംബാംഗങ്ങളും ബന്ധുക്കളുമെല്ലാം ഒത്തുചേരുകയും ഓരോ വീടുകളിൽ പോയി അപ്പം മുറിക്കുകയുമൊക്കെ ചെയ്യുന്നത് പതിവാണ്. ചില വീടുകളിൽ പുത്തൻ പാനിയും വായിക്കുന്നു. കുടുംബത്തിലെ പ്രധാനി പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ അപ്പം മുറിച്ച് തേങ്ങാപ്പാലിൽ മുക്കി കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആള് മുതൽ താഴോട്ട് പങ്കുവയ്ക്കുന്നു. എന്നിരുന്നാലും ഓരോ ദേശമനുസരിച്ച് ഇതിൻ്റെ രീതികൾ മാറാറുണ്ട്. പെസഹ അപ്പം പുളിക്കാത്ത മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ അപ്പത്തിന് പുളിയാത്തപ്പം, കുരിശപ്പം, ഇൻട്രിയപ്പം എന്നൊക്കെ പറയാറുണ്ട്. പെസഹ അപ്പത്തിനും പാലിനും കേരളത്തിൽ പ്രാദേശികമായ ചില മാറ്റങ്ങൾ ഒക്കെ കാണാറുണ്ട്. പാല് കുറുക്ക് ഉണ്ടാക്കി പെസഹ രാത്രിയിൽ കഴിക്കുകയോ അല്ലെങ്കിൽ ദുഃഖവെള്ളി ദിനത്തിൽ കയ്പുനീരിനൊപ്പം കട്ടിയായ പാല് കുറുക്കി ഭക്ഷിക്കുന്നതും ചില ഇടവകകളിൽ പതിവുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പെസഹ നമുക്ക് ഒരുമയോടെ ആഘോഷിക്കാം. ഏവർക്കും പെസഹായുടെ അനുഗ്രഹങ്ങൾ നേരുന്നു. വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയെ നമുക്ക് ഓർക്കാം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഹൃദയമാണ് ബലിയർപ്പണം. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ക്രിസ്തുവിനെ നമുക്ക് മാതൃകയാക്കാം. പരസ്പരം ക്ഷമിച്ച് നമുക്ക് പെസഹ ആചരിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന് ആഹ്വാനം ചെയ്ത മിശിഹായുടെ പാത പിന്തുടരാം. ഈ പെസഹ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ.